Hi friends, welcome to Garam Masala, the magic spices of cooking. പൂരി മസാല. ഇന്ന് നമുക്ക് ഡെലീഷ്യസ് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായ പൂരിയും പൊട്ടറ്റോ മസാലയും എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. അടുത്തതായി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 3 പച്ചമുളക്, ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത് ഇവ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇവ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ സവാള സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 3 മീഡിയം സൈസ് പൊട്ടാറ്റോ ചേർക്കണം. ഈ പൊട്ടാറ്റോയെ വേവിച്ച് മാഷ് ചെയ്തെടുത്തതാണ്. ഉപ്പ് ചേർക്കാതെയാണ് ഞാൻ ഇതിന് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടാറ്റോയും മസാലയും കൂടെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വരുന്നത് വരെ ഇതിനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അവസാനമായി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പൂരി തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. ഗോതമ്പ് പൊടിയിലോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ കൈ ഉപയോഗിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ ഒരല്പം ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകം ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിതിനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് ഇതിനെ കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ മുകളിലായി നമുക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതിനെ തുറന്നു നോക്കാം. ഇതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കണം. 5 മുതൽ 10 മിനിറ്റ് വരെ ഇതിനെ നന്നായി കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പൂരിക്ക് വേണ്ട ഡോ തയ്യാറായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഫ്രൈ ചെയ്യുവാൻ വേണ്ടിയുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാം. കയ്യിൽ നമുക്ക് ഒരല്പം എണ്ണ തടവിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൂരിയുടെ മാവിൽ നിന്നും ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ബോൾ എടുക്കാം. ഇത് നന്നായൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കണം. ഒരല്പം എണ്ണ തടവിയാണ് ഞാനിവിടെ ഇതിനെ പരത്തിയെടുക്കുന്നത്. പൊടി തടവിയും നമുക്കിതിനെ പരത്തിയെടുക്കാവുന്നതാണ്. പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മീഡിയം തിക്നെസ്സുള്ള പൂരിയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ പൂരി നന്നായി പൊങ്ങി വരികയുള്ളൂ. ഇനി നമുക്കിതിനെ ചൂടായ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. പൂരിയിൽ ബബിൾസ് വരുമ്പോൾ നമുക്കിതിനെ ചെറുതായൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ പൂരി പൊങ്ങി വരികയുള്ളൂ.
അപ്പോൾ നമ്മുടെ പൂരിയുടെ ഒരു ഭാഗം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചിട്ട് അടുത്ത ഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റിൽ അധികം പൂരിയെ എണ്ണയിൽ വെക്കരുത്, അങ്ങനെയെങ്കിൽ പൂരി നല്ല ക്രിസ്പി ആയി പോകും. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് പൂരി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത പൂരി കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിനെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ അടുത്ത പൂരിയും തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ഹോം മെയ്ഡ് പൂരി മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.